ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളിൽ പലരും ഒത്തിരി ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, വചനം പാലിക്കുന്നവരാണ്, വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. പല നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇങ്ങനെയുള്ള കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ സ്നേഹമുള്ളവരെ നമ്മൾക്ക് കിട്ടുന്നത്? ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. കർത്താവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, വചനത്തിൽ ജീവിക്കുമ്പോൾ ചില ഒറ്റപ്പെടലുകൾ, ചില പരിഹാസങ്ങൾ, ചില കളിയാക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം തളർന്നു പോകരുത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ചില കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ. 12 അപ്പോസ്തലന്മാർക്ക് ഇത് കിട്ടിയിരുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് ഇത് കിട്ടിയിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ശുശ്രൂഷ ദൈവം മാനിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.